ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിനടുത്തുള്ള വട്ടച്ചിറ കൊച്ചുമണ്ടക്കാട് ദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇന്ന് മൂന്നാത്സവമാണ്. അപ്പം ഞാനും ചേട്ടനും അതേപോലെ മോനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ നേരത്തെ വന്നു, തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. പക്ഷേ നമ്മൾ താമസിച്ചായിട്ടാണ് വന്നത്. തിരുവാതിര എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തീർന്നപ്പോഴാണ് നമ്മൾ വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇന്ന് താലപ്പൊലിയും ചമയവിളക്കൊക്കെ ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ആലിൻ്റെ അടുത്ത് പോയിരുന്നു കുറച്ച് നേരം ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മോനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും കാണാനൊക്കെ വന്ന് നമ്മൾ ആലിൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ. കാണുന്നത് മാത്രമല്ല, നമ്മൾ ആലിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആലിൻ്റെ അടുത്തൊക്കെ ഇരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആലിൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെണ്ടമേളവും താലപ്പൊലിയും ചമയളക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി അതിങ്ങനെ നോക്കി അവിടെ നിന്നു കുറച്ച് നേരം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ചട്ടിയിൽ വേപ്പില ഇതാക്കിയ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അഗ്നിച്ചട്ടിയോ എന്തോ പറയുമല്ലോ, അഗ്നിക്കാവടിയല്ല അഗ്നിച്ചട്ടി, അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മുരുകനെ കൊച്ചു വേഷമൊരുക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോഴത്തേക്കും ഇതെല്ലാം വന്ന് ക്ഷേത്രത്തിൽ വന്ന് അകത്തേക്ക് കയറാറായി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മളതൊക്കെ കണ്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വട്ടച്ചിറ അമ്പലം. അങ്ങനെ പിന്നെ അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അതെല്ലാം വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഗാനമേള തുടങ്ങി. അത് കേൾക്കാനായിട്ട് ഞാനും അമ്മയും റിച്ചൂട്ടനും ചേട്ടനുമായിട്ട് ഗാനമേള ഗ്രൗണ്ടിലോട്ട് വന്നു കേട്ടോ കേൾക്കാനായിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടു. അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എക്സ്പ്രഷൻ ഇട്ട് വാരുമായിരുന്നു കേട്ടോ. എക്സ്പ്രഷൻ ഇട്ട് കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചുമായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ ഗാനമേള കേൾക്കുമ്പോൾ എന്തായാലും ഞാൻ കഴിക്കണമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ റിച്ചു ഇതൊന്നും വേണ്ട, ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ റിച്ചൂട്ടന് ഐസ്ക്രീമും മേടിച്ചു. ഐസ്ക്രീമൊക്കെ മേടിച്ചു. അവനെ ഒരു സ്ഥലത്തേക്ക് ഇരുത്തി, നമ്മളും ഒരു സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ പിന്നെ ചേട്ടൻ എനിക്ക് കുറച്ച് വായിലൊക്കെ വെച്ച് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളും ഞമ്മൊക്കെ കഴിച്ചു, ആസ്വദിച്ച് കേട്ടിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നേക്കും ബൈ ബൈ.